മാന്ത്രികക്കുടം. എന്താണിത്? എത്ര വലിയ പാത്രമാണിത്! കുറഞ്ഞത് 10,000 ആളുകൾക്ക് ഒരുമിച്ച് ചോറ് വയ്ക്കാൻ പറ്റുമല്ലോ ഇതിൽ. ഇതെങ്ങനെ ഇവിടെ വന്നു? വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു. കുറച്ചു നേരം വിശ്രമിക്കാം. എന്താണിത്? എന്റെ തൂമ്പയല്ലേ ഇതിൽ ഞാൻ വെച്ചുള്ളൂ. ഇപ്പോൾ ഒരുപാട് തൂമ്പയുണ്ടല്ലോ ഇതിൽ. എന്തു മാന്ത്രികമാണിത്! ഇതൊരു മാന്ത്രിക പാത്രമാണ്. ഇതിൽ എന്ത് വെച്ചാലും ഒരുപാട് എണ്ണമായി മാറുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു റൊട്ടി വെച്ചാൽ 100 റൊട്ടി കിട്ടും. സുഖമായി കച്ചവടം ചെയ്ത് ജീവിക്കാം. ആ മാന്ത്രിക പാത്രം കിട്ടിയതിനു ശേഷം ആ കർഷകൻ ഓരോ ദിവസം കഴിയുന്തോറും പണക്കാരനായി മാറി. ഒരു ദിവസം ഈ സംഭവങ്ങളെല്ലാം രാജാവ് അറിഞ്ഞു. എന്താണ് താങ്കൾ പറയുന്നത്? മാന്ത്രിക പാത്രമോ? ആ സാധാരണ കർഷകന്റെ കയ്യിൽ മാന്ത്രിക പാത്രം ഇരിക്കേണ്ട. അത് എത്രയും പെട്ടെന്ന് നമ്മുടെ സദസ്സിലെത്തിക്കുക. ഭടന്മാരെ, ചെല്ലു. ആ മാന്ത്രിക പാത്രം എത്രയും പെട്ടെന്ന് ഈ സദസ്സിലേക്ക് കൊണ്ടുവരിക. ഇതാണല്ലേ ആ മാന്ത്രിക പാത്രം. സേനാനായക, എനിക്കിതിന്റെ ഉള്ളിലൊന്ന് കയറി കാണണമല്ലോ. അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. എന്താണിത്? ധാരാളം രാജാക്കന്മാരോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാത്? നീ ആരാ? ഭടന്മാരെ, ഇവനെ കൊല്ലൂ. നീ ആരാ ഭടന്മാരോട് ആജ്ഞാപിക്കാൻ? നാമാണ് ഇവിടുത്തെ രാജാവ്. അല്ല, നാമാണ് ഇവിടുത്തെ രാജാവ്. അല്ല, നാമാണ് രാജാവ്. നാമാണ് രാജാവ്. നാമാണ് രാജാവ്. അയ്യോ, എന്ത് വിഡ്ഢിത്തമാണ് നാം ചെയ്തത്! അയ്യോ, എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് നാം ആലോചിക്കേണ്ടതായിരുന്നു. നാം അത് ആലോചിച്ചില്ല. അതാണ് തെറ്റ്.